നമുക്കിടയിൽ ചില മനുഷ്യന്മാരുണ്ട്, കല്യാണത്തിന് വിളിക്കാതായാൽ അല്ലെങ്കിൽ വിളിക്കാൻ കുറച്ച് വൈകിപ്പോയാൽ പിന്നെ ആ ആളോട് ഒരു മിണ്ടാട്ടം ഉണ്ടാവില്ല, ഒരു ലോക്യത്തിന് അവർ പോകില്ല. ഇത് ഒരു തരം അഹങ്കാരത്തിൻ്റെ ലക്ഷണമല്ലേ? ഇതിൻ്റെ വകഭേദങ്ങൾ വേറെയും കുറേ ഉണ്ട്. ഞാനുണ്ടായിട്ട് എന്നെ പരിഗണിച്ചില്ലല്ലോ, ഞാനുണ്ടായിട്ട് മറ്റവനോടല്ലേ ചോദിച്ചത്, ഞാൻ പറഞ്ഞത് പരിഗണിച്ചില്ലല്ലോ, ഈ സൈസിലുള്ളത് നിങ്ങളുടെ അറിവിൽ വേറെയും കുറേ ഉണ്ടാവും. ഈഗോ ഈസ് ദ എനിമി എന്ന അതിമനോഹരമായൊരു പുസ്തകമുണ്ട്. നമ്മൾ നമ്മെ തന്നെ വിഡ്ഢിയാക്കുന്നൊരു ഏർപ്പാടാണ് ഈഗോ എന്നതിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആരെയോ കാണിക്കാൻ വേണ്ടി കളവ് പറഞ്ഞും കട്ടെടുത്തും കടം വാങ്ങിയും നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില കസർത്തിൻ്റെ പേരാണല്ലോ അഹങ്കാരം, ജാഡ, ഈഗോ എന്നൊക്കെ പറഞ്ഞാൽ. മനസ്സിനെ നന്നായി പിടിച്ചു നിർത്തിയില്ല എങ്കിൽ സാധാരണക്കാരായ നമുക്കൊക്കെ കിബിർ വരാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല സൗകര്യമുള്ള വാഹനം, വീട്, വസ്ത്രം ഇതൊക്കെ ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ജാഗ്രത ഉണ്ടാവണം. അല്ലെങ്കിലും നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? എല്ലാം എൻ്റെ പടച്ച റബ്ബ് തന്നതാണെന്ന് വിചാരിച്ചാൽ പിന്നെ അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും വരില്ലല്ലോ. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും വിനയത്തിൻ്റെ ആൾരൂപങ്ങളായിട്ട് മാറും എന്നതിൽ ഒരു തർക്കമില്ല. എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായൊരു സംഭവമുണ്ട്. മഹാനായ സാഹിർ റളിയല്ലാഹു അൻഹു ഏതോ ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു സ്വഹാബിയാണ്. ഇവർ ആഴ്ചയിൽ ഒരു ദിവസം മദീനയിൽ വരുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരും. അവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം വന്ന് കാണാതായപ്പോൾ വീട്ടിൽ കൊടുത്തു, മാർക്കറ്റിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സാഹിർ എന്നവർ വന്ന വിവരം ഭാര്യ അറിയിച്ചപ്പോൾ നേരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർക്കറ്റിൽ പോകുന്നു. ഗ്രാമീണതയുടെ ചൂരും ചേലും ഉള്ള സാഹിർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ പിന്നിലൂടെ ഇങ്ങനെ കണ്ണു പൊത്തിപ്പിടിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ പറ്റും. ആരാണിത് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പോകേണ്ട ഒരു കാര്യം അവിടെ ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഡൗൺ ടു എർത്ത് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ്. എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പറ്റുക, അതിനൊരു പ്രത്യേക മനസ്സ് തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കണ്ണേറ് പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ഉയർച്ചയിൽ നിന്ന് താഴോട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ കണ്ണേറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ കിബറിൻ്റെ ചെറിയ അംശമെങ്ങാനും പ്രകടിപ്പിച്ചു പോയാൽ പിന്നെ നമ്മൾ തിരിച്ചു നടക്കലാണ്. അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു ചെറിയ അളവ് പോലും കിബർ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അത് ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക.